നെടുങ്കണ്ടത്തി കപ്പൂച്ചിൻ ആശ്രമത്തിൽ ദൈവദാസൻ തിയോഫിനച്ചൻ്റെ 112ാമത് ജന്മദിനം ആഘോഷിച്ചു. വൈകിട്ട് 5-ന് ബ്രദർ ആന്റണി റാഫേൽ നമ്പൂരത്ത് OFSന്റെ നേതൃത്വത്തിൽ ജപമാല അർപ്പിച്ചു. തുടർന്ന് റവറൽ ഫാദർ ബിനോയിലീൻ OFM കപ്പൂച്ചിൻ നൊവേനയ്ക്കും ആരാധനയ്ക്കും നേതൃത്വം നൽകി. 6 മണിക്ക് വാരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറൽ ഡോക്ടർ ആന്റണി വാലുങ്കൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ബലി അർപ്പിക്കപ്പെട്ടു. ദൈവദാസൻ തിയോഫിനച്ചൻ്റെ സ്മരണകൾ അഭിമന്യ പിതാവ് പങ്കുവച്ചു. തിയോഫിനച്ചൻ ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ മരണശേഷവും എല്ലാവരും വിശുദ്ധനായിട്ടുള്ള വൈദികനായിട്ട് തന്നെയാണ് കണക്കാക്കി പോകുന്നത്. അദ്ദേഹം മരിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്തേക്ക് അനേകം ഭക്തജനങ്ങൾ ഓടിയെത്തുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തൊട്ടടുത്തുള്ള സെൻറ്റ് റീത്താസ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഈ സമാധി സ്ഥലത്ത് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാ ദിവസവും വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടാൻ ദേവദാസൻ്റെ പ്രത്യേകമായ മധ്യസ്ഥം എന്നെ തുണച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നും അനേകം ഭക്തജനങ്ങൾ രോഗശാന്തിയായും സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളിൽ നിന്നുള്ള വിമോചനമായും മറ്റു ശാരീരികവും ബൗദ്ധികവുമായ നിരവധി നന്മകൾ വിശുദ്ധനിലൂടെ പ്രാപിക്കുന്നു എന്നുള്ളത് ദേവദാസനെ മഹത്വമാക്കുന്ന വലിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ അദ്ദേഹം വേഗത്തിൽ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്യപ്പെടുവാൻ ദൈവമിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫാദർ റോബിൻ ഡാനിയൽ അനുസ്മരണ പ്രസംഗം നടത്തി. നിരവധി വൈദികർ സഹകാർമ്മികരായി. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. ഡോക്ടർ ആന്റണി വാലുങ്കൽ ദീപക്കാഴ്ചയുടെ ആദ്യ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നാമകരണ പ്രാർത്ഥനയ്ക്ക് ഗിൽഡ് ഡയറക്ടർ ഫാദർ ബിനോയിലീൻ കപ്പൂച്ചിൻ കാർമ്മികത്വം വഹിച്ചു. ജപമാല പ്രാർത്ഥനയ്ക്ക് ഫ്രാൻസിസ്കൻ ആത്മായ സഭാംഗങ്ങൾ നേതൃത്വം നൽകി. സ്നേഹമുള്ളവരെ, ദേവദാസൻ ജനിച്ചിട്ട് 112 വർഷമായി. 1913 ജൂലൈ 20 ദേവദാസൻ ജനിച്ചത്. അതിനുശേഷം 1968 അദ്ദേഹം മരിച്ചു. വളരെ സംഭവബഹുലമായ ജീവിതമായിരുന്നു. ആധ്യാത്മിക മേഖലയിൽ നല്ലൊരു പ്രാസംഗികൻ, വചനപ്രഘോഷകൻ, അതോടൊപ്പം തന്നെ രോഗികൾക്ക് വലിയൊരു അത്താണിയായിരുന്നു. പാവപ്പെട്ടവർക്ക് ഒരു വലിയ സങ്കേതമായിരുന്നു. ഇന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആയിരക്കണക്കിന് ജനങ്ങളാണ് ദേവദാസൻ്റെ സമാധിയിൽ വന്നണയുന്നതും പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹങ്ങൾ തേടുന്നതും. ദേവദാസൻ്റെ ആ മഹത്വവും ദേവദാസൻ്റെ ആ കൃപയും നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ഭാസുരമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെല്ലാവരെയും ദേവദാസൻ്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തിൻ്റെ ദിനമായിരുന്നു. ദേവദാസൻ തിയോഫിനച്ചൻ വലിയൊരു വിശുദ്ധനാണെന്ന് വെളിപ്പെടുത്തുന്ന രീതിയിൽ ദൈവം വലിയൊരു അനുഗ്രഹമാണ് ഈ ദിനത്തിൽ ഞങ്ങൾക്ക് നൽകിയത്. കാരണം ശക്തമായ മഴയുടെ വലിയൊരു അന്തരീക്ഷം ഉണ്ടായിട്ടും അതെല്ലാം ദൈവം ക്രമീകരിച്ച് ഇന്നത്തെ ജന്മദിനാഘോഷം 112ാം ജന്മദിനാഘോഷം വളരെ ഭംഗിയായിട്ട് സ്വർഗം ഇറങ്ങി വന്ന ഒരു അനുഭവമായിരുന്നു ഇന്ന് ഇവിടെ വന്നവർക്ക് ഒക്കെ കിട്ടിയത്. കാരണം ദേവദാസൻ്റെ നാമം വിളിച്ച് ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർഗം ഇടപെടുന്നുണ്ട്. കാരണം വിശുദ്ധിയിൽ ജീവിച്ച ഒരു വല്യച്ഛനാണ് തിയോഫിനച്ചൻ. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയ്ക്കും അതുപോലെ തന്നെ കൂദാശകൾക്കും മറ്റുള്ള ഈ ഈശോയോടുള്ള സ്നേഹത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കുവാനായിട്ടുള്ളൊരു വ്യക്തിത്വം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അതിനേക്കാളേറെ ഈ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ നിങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ, സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നൊക്കെ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തിയോഫിനച്ചനിൽ ഈ അച്ഛൻ്റെ കാലഘട്ടത്തിൽ നിറവേറ്റപ്പെട്ടു. അനേകം പേര് പൈശാചിക ബാധയുള്ളവർ സൗഖ്യപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാളുപരി അന്ധവിശ്വാസങ്ങളിൽ അടിമപ്പെട്ടവരുടെ ആ അന്ധവിശ്വാസങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിൽ യേശുവിനുള്ള അടിയുറച്ചൊരു വിശ്വാസവും യേശുവാണ് സത്യദൈവമെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന രീതിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദൈവദാസനിലൂടെ ഈ ദേശം കണ്ടു. ഇന്ന് അനേകർ ആ അനുഭവം സ്വന്തമാക്കിയവർ പറഞ്ഞ് തലമുറകൾക്ക് പകർന്നു കൊടുത്തത് ഇന്നവർ വിശ്വസിച്ചുകൊണ്ട് ദൈവദാസൻ്റെ സവിധത്തിൽ ഇന്ന് കടന്നു വരുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹങ്ങൾ നേടുന്നു. ഇന്ന് തിയോഫിനസിൻ്റെ 112ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻസ് സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച്
വളരെ സന്തോഷകരമായൊരു ദിനമാണ്. കാരണം വർഷങ്ങളായി തിയോഫിനസിൻ്റെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുകയും കുറേയേറെ അനുഗ്രഹങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുകയും അതിലൂടെ ഞങ്ങൾക്ക് തിയോഫിനസിൻ്റെ നടയിലേക്ക് എന്നും വരുവാനായിട്ടുള്ളൊരു പ്രചോദനം കിട്ടുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. അതിലൂടെ കുറേ ദൈവവിളികൾ സഭയ്ക്ക് വേണ്ടി കിട്ടുകയും അതിലൂടെ തിയോഫിനസിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ സഭയ്ക്കും അതോടൊപ്പം ഈ പ്രദേശത്തിലുള്ള എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം കൂടുതൽ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I am novice. I am very happy today that I got chance to attend the Holy Mass of Father Theophin for his birthday. So he is a good priest. He is really a holy person that's selected by God. Then I am very great that I got this special invitation from the fathers to participate this Holy Mass. തുടർന്ന് ആശ്രമ സുപ്പീരിയർ ഫാദർ ബിജു കപ്പൂച്ചിൻ, ഗിൽഡ് ഡയറക്ടർ ഫാദർ ബിനോയിലീൻ കപ്പൂച്ചിൻ, ഫാദർ റോബിൻ ഡാനിയൽ കപ്പൂച്ചിൻ, ഫാദർ സോജൻ തോപ്പിൽ, വാരാപ്പുഴ ദ്രൂപത ഫ്രാൻസിസ്കൻ ആത്മായ സഭ റീജൻ മിനിസ്റ്റർ അലക്സ് ആട്ടുള്ളിൽ, തിയോഫ്രൻസ് ഭാരവാഹികളായ മാനുവൽ MX, ബേസിൽ റാഫേൽ, ജെൻസു എന്നിവർ ദീപം തെളിച്ചു. ചർച്ച് ഡെസ്ക്, ഷെക്കീന ന്യൂസ്.